ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എടുക്കാൻ പോകുന്നത് എക്സിക്യൂട്ടീവാണ്, അതിൻ്റെ ഫങ്ഷൻസുമാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലെജിസ്ലേച്ചർ പറഞ്ഞു, അതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു, പിന്നെ അത് ടൈപ്സ് ഏതൊക്കെയെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ക്ലാസ് കാണാത്തവർ അത് കണ്ടിട്ട് മാത്രം ഈ ക്ലാസ് കാണുക. നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. നമുക്കറിയാമല്ലോ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ് ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. എക്സിക്യൂട്ടീവിൽ ഏതൊക്കെയാണ് വരുന്നത്? PM, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, അവരെ നമ്മൾ പറയുന്നത് ഗവൺമെൻറ് എന്നാണ്. പിന്നെ പ്രസിഡൻറ്റ് ആരാണ്? ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആണ്. പ്രൈം മിനിസ്റ്റർ ആരാണ്? ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് ആണ്. അപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, പിന്നെ പ്രസിഡൻറ്റും. Executive implements a law passed by the legislature and the policies of the government. ആരാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്? ഏതൊരു നിയമങ്ങളും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളുകളാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ ലോ മേക്കിംഗ് ബോഡിയാണ്. ആ ലോസൊക്കെ ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? അത് എക്സിക്യൂട്ടീവാണ്. അപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷനാണ്. According to Gardner, in a broad and collective sense, executive organs embraces the aggregate or totality of all the functionaries and agencies which are concerned with the execution of the law, execution of the will of the state as that will has been formulated in terms of law. അതായത് ഗാർഡനറിൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ഫങ്ഷണറീസും അല്ലെങ്കിൽ എല്ലാ ഫങ്ഷൻസും നടപ്പിലാക്കുന്നത് ആരാണ്? അത് എക്സിക്യൂട്ടീവ്സ് ആണ്. അത് നിയമപരമായിട്ടുള്ള രീതിയിലാണ് അവർ നടപ്പിലാക്കുക. നമ്മളുടെ സ്റ്റേറ്റിൻ്റെ വില്ല് അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും അവർ നടപ്പിലാക്കുന്നത്. ഇനി എക്സിക്യൂട്ടീവ് ഇൻക്ലൂഡ്സ് ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഓൾ അതർ ഒഫീഷ്യൽസ് ഹു ഇംപ്ലിമെൻറ്റ്സ് ദ ലോ. നാരോ സെൻസിൽ പറയുകയാണെങ്കിൽ ഓൺലി ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഈസ് ഇൻക്ലൂഡ്. ഒരു നമ്മൾ നാരോ സെൻസിൽ പറയുകയാണെങ്കിൽ ആരാണ്? ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് മാത്രമാണ് എക്സിക്യൂട്ടീവിൽ ഇൻക്ലൂഡ് ആവുന്നുള്ളൂ. പക്ഷേ നമ്മൾ ബ്രോഡ് സെൻസിൽ പറയുകയാണെങ്കിൽ അവിടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഉണ്ടാവും, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, അല്ലാതെ അത് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഒഫീഷ്യൽസും ഉണ്ടായിരിക്കും. അപ്പോൾ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ആരാണ്? നിയമങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ്സ് ആണ്. ഇനി പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് നോൺ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. രണ്ട് തരം എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, പൊളിറ്റിക്കലും നോൺ പൊളിറ്റിക്കലും. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്റ്റേഴ്സ്, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റൊക്കെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൽ വരുന്നതാണ്. നോൺ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസ് ഓർ ബ്യൂറോക്രസി. ഇനി പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് പെർഫോം ദ ഫങ്ഷൻസ് ഓഫ് ദ മേക്കിംഗ് പോളിസി, എൻഷുറിംഗ് ദാറ്റ് ഓൾ ദ ലോസ് ആർ പ്രോപ്പർലി എൻഫോഴ്സ്ഡ് ബൈ ഓൾ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പിന്നെ പോളിസീസൊക്കെ നടപ്പിലാക്കുന്നതാണ്. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് ആരാണ്? ബ്യൂറോക്രസി ഓർ സിവിൽ സർവീസ് റൺസ് ദ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻസ് ആൻഡ് വർക്ക്സ് ഇൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. നമ്മൾ ഡേ ടു ഡേ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻസ് ആരാണ് നടത്തുന്നത്? സിവിൽ സർവീസ് ഓഫീസേഴ്സാണ്. നമുക്കറിയാം IAS ഓഫീസേഴ്സാണ് നമ്മൾ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻസ് നടത്തുന്നത്. അവർ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്? ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഫങ്ഷൻസ് ഓഫ് എക്സിക്യൂട്ടീവ്. എന്തൊക്കെയാണ് എക്സിക്യൂട്ടീവിൻ്റെ ഫങ്ഷൻസ് എന്ന് നമ്മൾ നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്. In every country, the head of the state and council of ministers are responsible for the maintenance of law and order. ഒരു രാജ്യത്ത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? അവിടുത്തെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റും ഹെഡ് ഓഫ് ദി ഗവൺമെൻറ്റിൻ്റെയും ഡ്യൂട്ടിയാണ്. The administrators are generally recruited on the basis of competitive examination. നമ്മൾ പറഞ്ഞു നമുക്ക് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും ഉണ്ട്, നോൺ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ പെർമനൻറ്റ് എക്സിക്യൂട്ടീവും ഉണ്ട്. അത് പെർമനൻറ്റ് എക്സിക്യൂട്ടീവ്സിനൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? അതായത് IAS ഓഫീസേഴ്സിനൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? അത് കോമ്പറ്റേറ്റീവ് എക്സാമിലൂടെയാണ്, സിവിൽ സർവീസ് എക്സാമിലൂടെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് രണ്ട് തരം അഡ്മിനിസ്ട്രേഷൻസ് ഉണ്ട്, ഇൻറ്റേർണൽ അഡ്മിനിസ്ട്രേഷനും എക്സ്റ്റേണൽ അഡ്മിനിസ്ട്രേഷനും. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാജ്യത്തിൻ്റെ അകത്ത് പീസ് ആൻഡ് സെക്യൂരിറ്റി കൊണ്ടുവരാനുള്ള അഡ്മിനിസ്ട്രേഷനാണ്. മറ്റേത് എക്സ്റ്റേണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം സൃഷ്ടിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്റും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. പിന്നെ അവർക്ക് സപ്പോർട്ടീവായിട്ട് സ്റ്റാഫുകളുണ്ട്, ഒരുപാട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. അതാണ് സിവിൽ സർവീസ് ഓഫീസേഴ്സ്, നമ്മൾ പറയുന്ന കളക്ടേഴ്സ്. അവർ സിവിൽ സർവീസ് എക്സാമിലൂടെയാണ് അവരെ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് രണ്ട് തരം അഡ്മിനിസ്ട്രേഷൻസ് ഉണ്ട്, ഒന്ന് ഇൻറ്റേർണൽ അഡ്മിനിസ്ട്രേഷനും ഒന്ന് എക്സ്റ്റേണൽ അഡ്മിനിസ്ട്രേഷനും. അടുത്ത ഡ്യൂട്ടി എന്ത് അല്ലെങ്കിൽ അടുത്ത ഫംഗ്ഷൻ എന്താണ്? ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ.
ജനറലി ലോ മേക്കിംഗ് ആരുടെ ഡ്യൂട്ടിയാണ്? അത് ലെജിസ്ലേച്ചറിൻ്റെ ഡ്യൂട്ടിയാണ്. പക്ഷേ ആ ഉണ്ടാക്കുന്ന നിയമങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? അത് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നമ്മൾ പാർലമെൻ്ററി ഗവൺമെൻറ്റിൽ ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ട്, ഇന്ത്യ, ജപ്പാനൊക്കെയാണ്. അവിടെ എങ്ങനെയാണ് പ്രൈം മിനിസ്റ്ററിനെ സെലക്ട് ചെയ്യുന്നത്? അവിടുത്തെ മെജോറിറ്റി കിട്ടുന്ന പാർട്ടിയുടെ ലീഡറായിരിക്കും അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കുക. അപ്പോൾ പ്രൈം മിനിസ്റ്ററും എന്തുണ്ട്? ഇൻഫ്ലുവൻസ് ഉണ്ട്. ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും ഇൻഫ്ലുവൻസ് ആർക്കുണ്ട്? പ്രൈം മിനിസ്റ്റർ ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ അതുപോലെ നമുക്ക് പ്രസിഡൻറ്റ് ഹാസ് ദ റൈറ്റ് ടു ഇഷ്യൂ ഓർഡിനൻസ് ഇറക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആർക്കുണ്ട്? പ്രസിഡൻറ്റിന് ഉണ്ട്. അത് നിയമങ്ങളായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് പിന്നെ ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ വളരെയധികം ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്. എന്തൊക്കെയാണ്? ലോ മേക്കിംഗ് ഉള്ളത് ലെജിസ്ലേച്ചറിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ ഫംഗ്ഷൻ ആ ബില്ലൊക്കെ പ്രിപ്പയർ ചെയ്യലാണ് എക്സിക്യൂട്ടീവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും എവിടെ ഇൻഫ്ലുവൻസ് ഉണ്ട്? രണ്ട് സ്ഥലത്ത് ഇൻഫ്ലുവൻസ് ഉണ്ട്. ലെജിസ്ലേച്ചറിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, എക്സിക്യൂട്ടീവിലും ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ അതുപോലെ പ്രസിഡൻറ്റിന് ഓർഡിനൻസ് ഇറക്കാനുള്ള പവറും കൂടി ഉള്ളതാണ്. മിലിറ്ററി ഫങ്ഷൻസ്. In almost all the countries constitutionally the president or the head of the state has any military powers. നമുക്കറിയാം ഒരുവിധം എല്ലാ സ്റ്റേറ്റ്സിലും പ്രസിഡൻറ്റിനാണ് മിലിറ്ററി പവേഴ്സ് ഉള്ളത്. അദ്ദേഹമായിരിക്കും ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. അദ്ദേഹത്തിനായിരിക്കും ഒരുവിധം എല്ലാ മിലിറ്ററി പവേഴ്സും ഉണ്ടായിരിക്കുക. ഹി ഈസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ദ ആർമഡ് ഫോഴ്സസ് ആൻഡ് ഹാസ് ദ പവർ ടു പ്രൊമോട്ട്, ഡിമോട്ട് ആൻഡ് ഡിസ്മിസ് ഹൈ മിലിറ്ററി ഓഫീസേഴ്സ്. അദ്ദേഹത്തിന് എന്ത് പവറുണ്ട്? പ്രൊമോട്ട് ചെയ്യാനും സ്ഥാനക്കയറ്റം കൊടുക്കാനും അതുപോലെ ഡിസ്മിസ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? മിലിറ്ററി ഒഫീഷ്യൽസിന് ഡിസ്മിസ് ചെയ്യാനും സ്ഥാനക്കയറ്റം കൊടുക്കാനുള്ള പവർ ആർക്കാണുള്ളത്? അത് പ്രസിഡൻറ്റിനാണ്. അദ്ദേഹമാണ് സുപ്രീം കമാൻഡർ ഓഫ് ദി ആർമഡ് ഫോഴ്സസ് എന്ന് അറിയപ്പെടുന്നത്. ഹി ഹിംസെൽഫ് ഓർ വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദി പാർലമെൻറ്റ് ക്യാൻ ഡിക്ലെയർ വാർ ഓർ പീസ്. അദ്ദേഹത്തിന് പാർലമെൻറ്റ് കൺസെൻറ്റോട് കൂടിയിട്ട് എന്ത് ചെയ്യാം? വേണമെങ്കിൽ യുദ്ധം വരെ പ്രഖ്യാപിക്കാൻ പറ്റുന്നതാണ്. ഇൻ ഇന്ത്യ, ദോ ദിസ് റൈറ്റ് ഹാസ് ബീൻ ഗിവൻ ടു ദ പ്രസിഡൻറ്റ് അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഹിം ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. പക്ഷേ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ആരുടെ അഡ്വൈസും കൂടി എടുക്കണം, അല്ലെങ്കിൽ ആരുടെ ഒരു അഭിപ്രായം കൂടി എടുക്കണം. പ്രൈം മിനിസ്റ്ററിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, വെൻ അറ്റ് ദ ടൈം ഓഫ് ചൈനീസ് അഗ്രഷൻ ഉണ്ടായ സമയത്ത് 1962 പ്രസിഡൻറ്റ് രാധാകൃഷ്ണൻ എമർജൻസി ഡിക്ലെയർ ചെയ്തിരുന്നു. പക്ഷെ അത് ആരുടെ അഡ്വൈസിൻ്റെ മേലായിരുന്നു? പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റുവിൻ്റെ അഡ്വൈസിൻ്റെ മേലെയാണ് എന്തുണ്ടായിരുന്നത്? എമർജൻസി അന്ന് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസിൻ്റെ കൂടെ മാത്രമേ അദ്ദേഹത്തിന് അങ്ങനെ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ മിലിറ്ററി ഫങ്ഷൻസ് എന്തൊക്കെയാണ്? സുപ്രീം കമാൻഡറാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വാർ ഓർ പീസ് ഡിക്ലെയർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ ഹൈ മിലിറ്ററി ഒഫീഷ്യൽസിനെ പ്രൊമോട്ട് ചെയ്യാനും ഡിമോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ചൈനീസ് അഗ്രഷൻ ഉണ്ടായ സമയത്ത് 1962 പ്രസിഡൻ്റായ രാധാകൃഷ്ണൻ ഡിക്ലയർഡ് എമർജൻസി. ഹി ഡിഡ് സോ ഓൺ ദ അഡ്വൈസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. ആരുടെ അഡ്വൈസിൻ്റെ മേലാണ് എമർജൻസി പ്രഖ്യാപിച്ചത്? അത് പ്രൈം മിനിസ്റ്റർ അഡ്വൈസിൻ്റെ മീതെ ആയിരിക്കും. അതിൻ്റെ പിക്ചറാണ് 1962 വാറാണ്, ഇന്ത്യ ചൈന വാറാണ്. നമ്മൾ ന്യൂസ് റിപ്പോർട്ട് കണ്ടാൽ അറിയാം, പ്രസിഡൻറ്റ് പ്രൊക്ലൈംസ് എമർജൻസി എന്നുള്ള ഒരു ഇത് കാണാം ന്യൂസ്. അടുത്ത ഫങ്ഷൻസ് പറയുന്നത് ഫോറിൻ റിലേഷൻസ് ഓർ എക്സ്റ്റേണൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ പറഞ്ഞു എന്താണ് എക്സ്റ്റേണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ഒരുപാട് ഫോറിൻ വിസിറ്റ്സ് ഒക്കെ നടത്താറുണ്ട്. എല്ലാ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവർ എക്സിക്യൂട്ടീവ് എസ്റ്റാബ്ലിഷ് പൊളിറ്റിക്കൽ റിലേഷൻസ് വിത്ത് ഫോറിൻ കൺട്രീസ്. അവർ ഗവൺമെൻറ് ഹാസ് എസ്റ്റാബ്ലിഷ് പൊളിറ്റിക്കൽ ഓർ കൊമേഴ്ഷ്യൽ റിലേഷൻ വിത്ത് ഓൾമോസ്റ്റ് ഓൾ ബിഗ് കൺട്രീസ്. എല്ലാവിധം രാജ്യങ്ങളുമായിട്ട് നമുക്ക് നല്ല ഒരു ബന്ധമാണുള്ളത് ഇന്ത്യക്ക്. ദ പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ്സ് ഡിപ്ലോമാറ്റിക് റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻ അതർ കൺട്രീസ് ആൻഡ് റിസീവ്സ് ദോസ് ഓഫ് ഫോറിൻ കൺട്രീസ്. അതായത് നമുക്ക് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് ഒരുപാട് ഡിപ്ലോമാറ്റ്സ് എവിടെയുണ്ട്? പുറത്തുമുണ്ട്. അതുപോലെ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റ്സ് ഇന്ത്യയുടെ അകത്തുമുണ്ട്. The ministry which deals with conduct of relations with the other state is called Ministry of External Affairs.
അങ്ങനെയുള്ള എക്സ്റ്റേണൽ അഡ്മിനിസ്ട്രേഷൻസ് നോക്കുന്ന മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. ഇപ്പോൾ ഇത് ന്യൂസ് റിപ്പോർട്ട്സാണ്. ഇപ്പോൾ കോവിഡിൻ്റെ ഒരു പ്രശ്നത്തിൽ ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്റർ സ്പീക്സ് ടു ഹിസ് കൗണ്ടർ പാർട്സ് ഫ്രം US ആൻഡ് റഷ്യ ആൻഡ് സൗദി ഒമാൻ ബ്രസീൽ ഓൺ പാൻഡമിക്. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരെ ചോദിച്ചറിയാറുണ്ട്? നമ്മളുടെ എക്സ്റ്റേണൽ മിനിസ്റ്റർ ചോദിച്ചറിയാറുണ്ട്, അതിൻ്റെ വിവരങ്ങളൊക്കെ തിരക്കാറുണ്ട്. അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഹെൽപ്സ് ദി ഇവാക്യുവേറ്റ് 15,000 ഫോറിനേഴ്സ് സിൻസ് മിഡ് മാർച്ച്. അതായത് പല രാജ്യത്തെയും പൗരന്മാർ നമ്മൾ ഇന്ത്യയിൽ പെട്ടിട്ടുണ്ട്. അവരൊക്കെ ഇവാക്യുവേറ്റ് ചെയ്യാൻ ആരാണ് ഹെൽപ്പ് ചെയ്തത്? ഇന്ത്യയിൽ നിന്നും അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കാൻ ഹെൽപ്പ് ചെയ്ത ആരാണ്? നമ്മളുടെ എക്സ്റ്റേണൽ മിനിസ്ട്രിയാണ്. ഇനി ഫിനാൻഷ്യൽ ഫങ്ഷൻസ്. എന്തൊക്കെയാണ് ഫൈനാൻഷ്യൽ ഫങ്ഷൻസ് പറയുന്നത്? നമുക്കറിയാം ലെജിസ്ലേച്ചർ കൺട്രോൾസ് നാഷണൽ ഫൈനാൻസ്. ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? നാഷണൽ ഫൈനാൻസിൻ്റെ കൺട്രോളർ ആരാണ്? അത് ലെജിസ്ലേച്ചറാണ്. പക്ഷേ എക്സിക്യൂട്ടീവ്സിനും അവിടെ റോളുണ്ട്. എക്സിക്യൂട്ടീവാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതും അത് പാസ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ലെജിസ്ലേച്ചറിലാണ്. അത് പാസ്സാക്കേണ്ടത് ആരുടെ ചുമതലയാണ്? എക്സിക്യൂട്ടീവിൻ്റെ ചുമതലയാണ്. അവരാണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് ഹാസ് ടു പ്രിപ്പയർ ദ ബഡ്ജറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് പാസ് ഇൻ ദ ലെജിസ്ലേച്ചർ. പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്യൂട്ടിയാണ് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ബഡ്ജറ്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 112 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ യൂണിയൻ ബഡ്ജറ്റ് ഓഫ് എ ഇയർ ഈസ് റെഫേർഡ് ആസ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. യൂണിയൻ ബഡ്ജറ്റിനെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് അറിയപ്പെടുന്നു. പ്രിപ്പയർസ് ദി യൂണിയൻ ബഡ്ജറ്റ്. നമുക്കറിയാം ഫിനാൻസ് മിനിസ്റ്ററാണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ്? നിർമ്മല സീതാരാമനാണ്. അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എന്താണ് ബഡ്ജറ്റിൻ്റെ സമയത്ത്. ജുഡീഷ്യൽ ഫങ്ഷൻസ്. ഇൻ മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് എക്സിക്യൂട്ടീവ് മേക്സ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ദി ജഡ്ജസ്. ആരാണ് ജഡ്ജസിൻ്റെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്? അത് എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും. എക്സിക്യൂട്ടീവ് ഹാസ് എ റൈറ്റ് ടു ഗ്രാൻഡ് പാർഡൺ ആൻഡ് റിപ്രേവ്. അതായത് അവർക്ക് പാർഡൺ കൊടുക്കാനുള്ള അധികാരം കൂടി എക്സിക്യൂട്ടീവ്സിനുണ്ട്. ദ സ്കോപ്പ് ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് എക്സിക്യൂട്ടീവ് ഈസ് ബൗണ്ട് ടു ഇൻക്രീസ് ഇൻ ദ ഫ്യൂച്ചർ. അത് നമ്മളെ ഫ്യൂച്ചറിൽ ഈ എക്സിക്യൂട്ടീവിൻ്റെ പവർ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. പാർഡണിങ് പവർ ഓഫ് എക്സിക്യൂട്ടീവ്. അതായത് പ്രസിഡൻറ്റിനാണെങ്കിൽ പാർഡണിങ് പവർ ഉണ്ട്. അതായത് നമുക്ക് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള കുറ്റവാളികൾക്ക് പാർഡൺ കൊടുക്കാൻ, മാപ്പ് കൊടുക്കാൻ ആർക്ക് അധികാരമുണ്ട്? നമ്മുടെ പ്രസിഡൻറ്റിന് അധികാരമുണ്ട്. ആ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? പ്രസിഡൻറ്റിനുണ്ട്. അത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 72 പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ നിർഭയ കേസിലാണെങ്കിൽ അതിലെ ഒരു കുറ്റവാളി അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഹർജി സമർപ്പിച്ചിരുന്നു, പ്രസിഡൻറ്റിന് ദയാഹർജി സമർപ്പിച്ചിരുന്നു. അപ്പോൾ അത് ആരാണ് പാർഡൺ ചെയ്യുന്നത്? അത് പ്രസിഡൻ്റാണ് പാർഡൺ ചെയ്യുന്നത്. ബോംബെ നെയിംഡ് 47 CJI ടു ടേക്ക് ഓവർ ഓൺ November 18. അതായത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ബോംബെനെ നിശ്ചയിച്ചിട്ടായിട്ട് ആരാണ് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത്? അത് പ്രസിഡൻ്റാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ദയാഹർജികളൊക്കെ സമർപ്പിക്കേണ്ടത് ആരുടെ അടുത്താണ്? അത് പ്രസിഡൻറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക.